എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം. വീടിന് കോടി കെട്ടുക എന്നുള്ള ഒരു പ്രശ്നം ആളുകൾക്കുണ്ട്. വീടിന് എങ്ങനെ കോടി കെട്ടാം എന്നുള്ളതാണ്. എന്തിനാണ് വീടിന് കോടി കെട്ടുന്നത് എന്ന് വെച്ചാൽ, വീടുകൾക്ക് നിരന്തരമായിട്ടുള്ള ശത്രുദോഷങ്ങളെ കൊണ്ടുവരുമ്പോൾ നമുക്കതിന് വീട് 4 ഭാഗം കോടി കെട്ടിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നിരന്തരമായിട്ടുള്ള ശത്രുദോഷങ്ങൾ വരുമ്പോൾ ആളുകളൊക്കെ ദേഹരക്ഷ ധരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഗൃഹരക്ഷയും ഉണ്ട്. ഗൃഹരക്ഷ ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഗൃഹരക്ഷ എന്ന് പറഞ്ഞാൽ വീടിന്റെ 4 മൂലയ്ക്കലും തകിട് കുപ്പിയിലാക്കി അത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇത് സാധാരണ നല്ലൊരു ചെലവുള്ളൊരു കാര്യമാണ്. കാരണം തകിട് എഴുതി അതൊരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചു, പിന്നെ അത് എടുത്ത് പുറ്റുമണ്ണ് കൊണ്ട് കഴുകി, പിന്നെ പൂജകൾ ചെയ്തു, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുക. നമ്മളത് പൂജിച്ച് ഒക്കെ ചെയ്യുമ്പോഴാണ് അത് നല്ലൊരു ഹോമങ്ങൾ ചെയ്തു അതിന്റെ സംവാദം വരട്ടി ഇങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു പൈസയാണ് നമുക്ക് അതിന് കർമ്മികൾക്ക് അതിന് ചെലവ് വരും. അപ്പോൾ ഓരോ വ്യക്തികൾക്ക് തന്നെ നമ്മുടെ വീടിന് അതിന്റെ സ്ഥലരക്ഷ ചെയ്യാവുന്നതാണ്. ആ സ്ഥലരക്ഷയുടെ കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇത് ശിവന്റെ ആണ് ഈ രക്ഷ. ശിവന്റെ മന്ത്രം കൊണ്ടാണ് ഇത് നമുക്ക് എഴുതാൻ പറ്റും. 6.4 തകിടാണ് നമ്മൾ ഇത് വാങ്ങേണ്ടത്. ഇത് ഓരോ ദിക്കിൽ എഴുതുന്നതും ഓരോ തരത്തിലാണ് നമ്മൾ ഈ തകിട് എഴുതേണ്ടത്. ഈ എഴുതി കഴിഞ്ഞാൽ ഇതെല്ലാം എഴുതിയിട്ട് അതിന് ശേഷം ഇത് വെള്ളത്തിലിട്ട് വെക്കണം ഒരു ദിവസം. അതിന് ജലാധിവാസം എന്നാണ് പറയുക. എന്നിട്ട് അത് 40 വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം നമ്മളതൊരു നാക്കിലയിൽ വെച്ചിട്ട് നമ്മൾ ഈ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യാം. അപ്പോൾ ഈ തകിടുമ കാണുന്ന അതേ മന്ത്രമാണ് അത് ചെയ്യേണ്ടത്. ആളുകൾ എന്താ വെച്ചാല് വീടിന്റെ 4 മൂലക്കിലും അല്ലെങ്കിൽ 4 ദിക്കിലും കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കായിട്ട് ഇത് സ്ഥാപിക്കും. ഈ തകിട് സ്ഥാപിക്കും. ഈ സ്ഥാപിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തേക്കുള്ള തകിട്, പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള തകിട്, വടക്ക് ഭാഗത്തേക്കുള്ള തകിട്, തെക്ക് ഭാഗത്തേക്കുള്ള തകിട് വേറെ വേറെയാണ്. അപ്പോൾ ഓരോ ദിക്കിലേക്കുള്ള തകിടിന്റെ ഫോട്ടോ ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഓരോ തകിടും നിങ്ങൾ എഴുതിയതിന് ശേഷം ഈ തകിടില് ഈ പറയുന്ന പോലെ നിങ്ങൾ എഴുതണം. ഈ എഴുതിയത് തന്നെ അത് കിഴക്ക് ഭാഗത്തേക്കാണ് സ്ഥാപിക്കേണ്ടത്. ഈ പറയുന്ന മന്ത്രം കൊണ്ട് തന്നെ നിങ്ങൾ അത് 108 തവണ അരിയും നെല്ലുകൊണ്ട് അർച്ചന ചെയ്യുക. അപ്പൊ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ളതിൽ ഈ തകിടിൽ കാണുന്ന പോലെ നമ്മൾ മന്ത്രം ചൊല്ലിയിട്ട് 108 തവണ അതിലേക്ക് അർച്ചന ചെയ്യുക. പിന്നെ വടക്ക് ഭാഗത്തേക്കുള്ളതും ഇതീ കാണുന്നത് പോലെ നിങ്ങൾ മന്ത്രം ചൊല്ലിയിട്ട് അതിലേക്ക് 108 തവണ അർച്ചന ചെയ്യുക. പിന്നെ തെക്ക് ഭാഗത്തേക്കുള്ളതും ഇതുപോലെ തകിടിൽ എഴുതിയിട്ട് അതിൽ അർച്ചന ചെയ്യുക. എന്നിട്ട് ഇത് ഉരുട്ടിയതിന് ശേഷം നിങ്ങളതൊരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് ഈ കിഴക്ക് ഭാഗത്തേക്കുള്ളത് കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തുള്ള തെക്ക് ഭാഗത്തെ സ്ഥാപിക്കുക. സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു ഭൂമിയോട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്ന ശത്രുക്കളൊന്നും ഗൃഹത്തിലേക്ക് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ദിക്ക് കെട്ടുക എന്നാണ് പറയാം. അത് ചിലവര് കോടി കെട്ടുക എന്ന് പറയും. ചിലവര് ഇത് വീടിന്റെ 4 മൂലയ്ക്ക് സ്ഥാപിക്കും. നമുക്ക് ഇത് സ്ഥാപിക്കേണ്ടത് വീടിന്റെ 4 ദിക്കിലാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങേയറ്റം നമുക്ക് എന്താണ് സർവ രക്ഷ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പ്രശ്നക്കാരോ ദോഷങ്ങളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഓരോ ഭാഗത്തേക്കുള്ളത് നിങ്ങൾ എഴുതി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണച്ചെലവില്ലാണ്ട് സർവ ഗൃഹരക്ഷ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ചില ആളുകൾ പലതും ചെയ്തു നോക്കി ചെയ്യിപ്പിച്ചു നോക്കി അവരൊക്കെ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല. പൈസ കൊടുക്കുകയും ചെയ്ത് ഫലമില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് സ്വമേധയാൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും